അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മൈജിൻ്റെ ലക്കി കണ്ടസ്റ്റ് പോലെ ഉള്ളൊരു സംഭവമാണ്. അതായത് അവിടെ ഒരു കുറച്ച് ലോട്ടുകൾ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അത് തുറന്ന് എല്ലാവരും എടുക്കുക. ഓരോ ലോട്ട് വീതം എല്ലാവരും എടുക്കുക. അതിൽ 3 ആൾക്ക് എന്തുണ്ടാവും, മൈജിൻ്റെ കാർഡ് ഉണ്ടാവും. അപ്പോൾ അതിൽ ആർക്കൊക്കെയാണോ ആ കാർഡ് കിട്ടുക അവർക്ക് മൈജിൻ്റെ വക ഒരു പ്രൈസ് അവരുടെ വീട്ടിലേക്ക് എത്തിക്കുമെന്നാണ് പറഞ്ഞത്. അപ്പം മൈജിൻ്റെ പരസ്യമൊക്കെ കാണിക്കുന്നുണ്ട് ടി വിയിൽ. അപ്പം എന്തൊക്കെയാണ് മൈജി പ്രസൻ്റായിട്ട് കൊടുക്കാൻ പോകുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഓരോ ലോട്ടുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എടുത്ത് ലാസ്റ്റ് മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരും എടുത്തു കഴിഞ്ഞതിന് ശേഷം അങ്ങനെ എല്ലാവരും എടുത്ത് നോക്കുമ്പം നൂറ, സാബുമാൻ, നമ്മുടെ അഭിലാഷിനെയാണ് ഈ ഒരു ലോട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ അവർ 3 അവിടെ പ്ലാസ്മ ടി വിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവർക്ക് ഏതൊക്കെ ഐറ്റംസാണ് അവർക്ക് കിട്ടാൻ പോകുന്നത് എന്ന് പ്ലാസ്മ ടി വിയിൽ കാണിക്കുന്നുണ്ട്. സാംസങ്ങിൻ്റെ സെഡ് ഫോൾഡിൻ്റെ ഫോണും പിന്നെ ഡബിൾ ഡോറ് റെഫ്രിജറേറ്ററും, അത് സാംസങ്ങിൻ്റെ. പിന്നെ നമ്മുടെ ബോഷിൻ്റെ വാഷിംഗ് മെഷീനോ, അങ്ങനെ ഒരുപാട് ഒരു 4-5 ഐറ്റംസ് അവിടെ കാണിക്കുന്നുണ്ട് പ്ലാസ്മ ടി വിയിൽ. അവർക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പക്ഷെ ഒരാൾ സെലക്ട് ചെയ്തത് മറ്റേ ആൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം അഭിലാഷാണ് ഫസ്റ്റ് വന്നത്. അഭിലാഷ് ഫസ്റ്റ് ഇത് പറഞ്ഞു, ഫോൺ പറഞ്ഞു. അങ്ങനെ പിന്നെ അടുത്തത് വന്നത് സാബുമാനാണ്. അപ്പം അത് അഭിലാഷ് പറഞ്ഞതിന് ശേഷമാണ് ബിഗ് ബോസ് പറയുന്നത് ഒരാൾ പറഞ്ഞത് മറ്റയാൾക്ക് പറയാൻ പറ്റില്ല എന്ന്. അപ്പോൾ സാബുമാൻ ആകെ കൺഫ്യൂഷനായി ഇത് പറയണം എന്നുള്ളത്. അങ്ങനെ അവന് കുറച്ച് ആലോചിച്ചതിന് ശേഷം പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഇതാണ് നമ്മുടെ റെഫ്രിജറേറ്ററാണ്, ഡബിൾ ഡോറിൻ്റെ. അപ്പം അടുത്തത് നൂറയാണ് പറയുന്നത്. അപ്പോൾ നൂറയ്ക്ക് ഇത് കിട്ടിയാൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതിൽ. അപ്പം അതിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം. അപ്പം നൂറ പറയുന്നത് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനാണ്. അപ്പോൾ അങ്ങനെ അതവർ അവരുടെ വീട്ടിലേക്ക് എത്തിക്കുകയായിരിക്കും ചെയ്യുക. അങ്ങനെയാണ് പിന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അവരെല്ലാവരും ആ ഒരു ഇത് കിട്ടിയതിൻ്റെ ഒരു സന്തോഷത്തിലാണ്.